പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം 1 ജോൺ 2:16. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള വചനമാണ്. നമ്മൾ പിതാവിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ വളരെ അധികം സമാധാനവും ആശ്വാസവും സന്തോഷവും സമൃദ്ധിയും എല്ലാം നമ്മൾ അനുഭവിക്കുന്നു. ഒരു പറുദീസ അനുഭവം നമ്മൾ അബ്ബ പിതാവുമായി ചേർന്ന് നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്നു. എന്നിരുന്നാലും നമ്മൾ ഈ ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, കർത്താവുമായി ചേർന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും ജീവിതത്തിൽ പല പല നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും അത് നമ്മുടെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതെല്ലാം നമുക്ക് നടത്തി തരുന്നത് നമ്മുടെ കർത്താവാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകാൻ തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും അത് നമ്മുടെ മിടുക്കുകൊണ്ടാണെന്ന്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ അഹന്ത നമ്മളിലേക്ക് കടന്നു വരികയും ക്രമേണ നമ്മൾ അബ്ബാ പിതാവിൽ നിന്ന് അകലുകയും ചെയ്യും. സാത്താൻ ഈ തക്കം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കണം അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ എത്ര നിർഭാഗ്യവാനാണ്. എന്നിൽ തന്നെ 2 ടൈപ്പ് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഒന്ന്, പിതാവിലേക്ക് പരിശുദ്ധമായ ഒരു ശക്തി എന്നിൽ പ്രവർത്തിക്കുന്നു. അതേസമയം ജഡത്തിൻ്റെ ദുരാശ എന്നെ വേറെ ഡയറക്ഷനിലോട്ട് വലിക്കുന്നു. ഞാൻ എത്ര ഹതഭാഗ്യനായ മനുഷ്യൻ. അപ്പൊ ഈ ഒരു സംഘർഷം നമ്മളിൽ എപ്പോഴും നിലനിൽക്കുന്നു. വീണ്ടും ഗലാത്യ 5:16, ജഡത്തിൻ്റെ വ്യാപാരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്. ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിനു കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ
ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. നാം പരസ്പരം പ്രകോപിപ്പിക്കുന്നവരും അസൂയപ്പെടുത്തുന്നവരും വ്യർത്ഥാഭിമാനികളും ആകാതിരിക്കട്ടെ. ദൈവ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഇവയിൽ നിന്നൊക്കെ അകന്നിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ആധ്യാത്മികമായ ഉയർച്ചയെ തകിടം മറിച്ചുകൊണ്ട് ഈ വക ചിന്തകൾ നമ്മളെ ഗ്രസിക്കുകയും അവ വഴി സാത്താൻ നമ്മുടെ സൽപ്രവൃത്തികളെ അട്ടിമറിക്കുകയും ചെയ്യും. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങളിപ്പോഴും ഇടയ്ക്ക് പറഞ്ഞ് ചിരിക്കും. ഞാനത് പ്രൊമോട്ട് ചെയ്യല്ല, സത്യസന്ധമായിട്ട് പറയുകയാണ്. പണ്ടൊക്കെ ഒരു പോർണോഗ്രഫി മൂവി ഒക്കെ കാണണമെങ്കിൽ ഭയങ്കര പ്ലാനിങ് ആവശ്യമാണ്. അന്ന് ഇന്റർനെറ്റ് ഇല്ല. VCR എന്ന് പറയുന്ന സാധനം വളരെ അപൂർവം. അപ്പൊ ഇത് ചില ഇടങ്ങളിൽ വളരെ സീക്രട്ടായിട്ടൊക്കെയാണ് ഇത് നടത്തുക. അപ്പോൾ ഭയങ്കര നമുക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടും, നമ്മൾ അപ്പോൾ അതിന് പോകും. പോകണമെങ്കിൽ പോകാം. ഇന്നത്തെ സ്ഥിതി അതൊന്നുമല്ല. ഇന്നത്തെ സ്ഥിതി നമ്മൾ ഇരിക്കുന്നിടങ്ങളിലേക്ക് നമ്മൾ പോലും അറിയാതെ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഇന്റർനെറ്റ് വഴി കടന്ന് വരികയാണ്. ഇന്നുണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ 10ാം ക്ലാസ്സിലൊക്കെ എൻ്റെ കൂടെ പഠിച്ചതാണ്. അതായത് എൻ്റെ സമപ്രായക്കാരൻ. പുള്ളി ക്രിസ്ത്യാനിയൊന്നുമല്ല, പക്ഷേ പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഫിലോസഫി വേറെയാണ്. പുള്ളിയുടെ ഫിലോസഫി അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. ജീവിതം അടിച്ചു പൊളിക്കുക. അപ്പോൾ നല്ല സമ്പത്തൊക്കെ ഇഷ്ടം പോലെ പുള്ളി നേടി. എന്നിട്ട് പബ്ലിക്കായിട്ട് പുള്ളിയുടെ ഒരു മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. കുടുംബം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി ഇന്ന് ഫ്രാൻസിലാണെങ്കിൽ, നാളെ ദുബായിലാണെങ്കിൽ, മറ്റന്നാൾ അമേരിക്കയിലാണെങ്കിൽ അവിടെ വീഡിയോ കാണിക്കുന്നത് മുഴുവൻ നൈറ്റ് ക്ലബുകളും ബാറുകളും ബീച്ചുകളും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ അടിച്ചു പൊളിക്കുന്നതായിട്ടാണ് പുള്ളി കാണിക്കുന്നത്. ഒരു നിമിഷത്തേക്ക് അത് എന്നെയും സ്വാധീനിക്കും. ഇടയ്ക്ക് ചിന്തിക്കും, നമ്മൾ ഈ ആധ്യാത്മിക വഴിയിലൂടെ പോയിട്ട് നമ്മൾ നഷ്ടം സഹിക്കുകയാണോ, അതോ ആ പാതയാണോ ശരി എന്നൊക്കെ സാത്താൻ നമ്മളെ ചിന്തിപ്പിക്കുകയാണ്. ഇപ്പൊ ക്രിസ്തുവിന്റെ കുരിശിൽ നമ്മൾ സ്വയം ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ ഇന്ന് വായിച്ച വചനം, അതിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ത്യജിക്കുകയാണ് സ്വർഗരാജ്യത്തിനു വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി. പക്ഷേ ഈ സുഹൃത്ത് വളരെ സത്യസന്ധമായി, യാതൊരു മറവും തിരിവും ഒന്നുമില്ലാതെ, ഒളിച്ചുകളിയുമില്ലാതെ, ഒരു കുറ്റബോധവുമില്ലാതെ ഇങ്ങനെ തകർത്ത് നടക്കുകയാണ്. അതെല്ലാം ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും. അപ്പോൾ ചിന്തിക്കുക, ഒരു നിമിഷ നേരത്തേക്ക്
ക്രിസ്തുവുമായി അടുത്ത് നിന്നിരുന്ന എന്നിലേക്ക് ഈ ചിന്തകൾ വരികയാണ്. അവനാണോ ശരി? പക്ഷെ പിന്നീട് ഞാൻ ചിന്തിക്കുന്നു, ആർക്കാണ് യഥാർത്ഥ സന്തോഷം? അവൻ സന്തോഷം അഭിനയിക്കുകയാണോ, ഫേക്ക് ചെയ്യുകയാണോ? യഥാർത്ഥ സന്തോഷമുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുകയില്ലേ? അതിന് മദ്യത്തിൻ്റെയോ മദിരാശിയുടെയോ ഒക്കെ ഒരു ആവശ്യം നമുക്കുണ്ടോ? നിശാ ക്ലബുകളുടെ ആവശ്യമുണ്ടോ? യഥാർത്ഥ സന്തോഷം എപ്പോഴും എവിടെ ഇരുന്നാലും നമ്മൾ അനുഭവിക്കുന്നതല്ലേ യഥാർത്ഥ സന്തോഷം? അതോ വെറുതെ കുറെ കള്ളൊക്കെ കുടിച്ച് കുറെ ഇങ്ങനെ നൈറ്റ് ക്ലബിലൊക്കെ വലിയ ഷോ ഒക്കെ കാണിച്ച് ഫോട്ടോ എടുത്ത് അട്ടഹസിച്ച് ഇത് ഞാൻ ഹാപ്പിയാണ് എന്ന് ലോകത്തെ കാണിക്കുന്നതാണോ ഹാപ്പിനെസ്? അതോ ക്രിസ്തുവിൻ്റെ കരുണയിലും വിനയത്തിലും സ്നേഹവലയത്തിലും ഒക്കെ നമ്മളിങ്ങനെ ഒതുങ്ങി നിന്നുകൊണ്ട്, അബ്ബാ പിതാവേ, എനിക്ക് അങ്ങയുടെ സ്നേഹം മാത്രം മതി, എനിക്ക് നിഷ്കളങ്കമായ ഒരു ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ, ഈ ലോകത്തിൻ്റെ ദുരാശകൾ എന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ, കാരണം അവയെല്ലാം ക്ഷണികമാണ്. ആ മൊമെന്ററി ഹാപ്പിനെസ് നമുക്ക് വേണ്ടത് ആ മൊമെന്റിലുള്ള ഹാപ്പിനെസ് ആണോ അതോ യഥാർത്ഥ സന്തോഷമാണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, പാപം നിന്റെ മുമ്പിൽ മരണവും ജീവനും ഞാൻ വെച്ചിരിക്കുന്നു, നിനക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, കലപ്പയിൽ കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്. അപ്പൊ അത് ഇറ്റ് ഈസ് എ ഡിസിഷൻ. ഏത് മാർഗം, മരണം തിരഞ്ഞെടുക്കണോ ജീവൻ തിരഞ്ഞെടുക്കണോ? അപ്പൊ നമുക്ക് യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ജീവൻ നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് എല്ലാവിധ പ്രലോഭനങ്ങളും നമ്മുടെ ചുറ്റും നടക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നടക്കുവാനുള്ള, ക്രിസ്തുവിൻ്റെ സന്തോഷം അനുഭവിക്കുവാനുള്ള, ക്രിസ്തുവിൻ്റെ സന്തോഷത്തിൽ പൂർണ്ണമായി തൃപ്തിപ്പെടാനുള്ള കരുണയ്ക്കും വിവേകത്തിനുമായി ശക്തിക്കുമായി നമുക്ക് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. God bless.